മാ മിൻഹും അഹദുൻ യഖൂൽ, ഒരു സഹാബിയും പറയുന്നില്ല ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ വ മീകായിൽ, ജിബ്രീലിന്റെ ഈമാൻ മീകായിലിന്റെ ഈമാൻ അതിന്റെ മേലാണ് ഞങ്ങളെന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല. സ്വഹാബത്ത് ഭയപ്പെടുകയാണ്. അതേസമയത്ത് മുഖ്താർ എഞ്ചിനീയർ അതാ ദുനിയാവും ആഖിറവും കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. എവിടെയാ ഇത്? വഹാബികൾ പണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോട് ചോദിച്ചതല്ലേ? അതല്ല ഇപ്പൊ പേരോട് പറഞ്ഞത്. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്ന് ഔസുലാദം സയ്യിദി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പാടിയതാണ്. എന്നെ പീഡിച്ചവൻ ഒന്നും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഇങ്ങനെയൊക്കെ ഔലിയാക്കളെ കുറിച്ച് പഠിച്ച് വിശ്വസിച്ച് അതിനെ എതിർത്ത വഹാബികളോട് മറുപടി പറഞ്ഞ പേരോടാണ് ഇപ്പൊ പറയണത് ആഖിറവും ഏറ്റിലെ ഷെയ്ഖ്. ഇനി അവിടെ ഒരു തമാശ പറയാനുണ്ടാവും മറുപടി. അതൊക്കെ മൊഹീദ്ദീൻ ഷെയ്ഖും ഷാദുലി ഷെയ്ഖും അബ്ദുൽ ലത്തീഫ് ദബ്ബാവും ഒക്കെ പറയൂ. കക്കാടിന്റെ ഷെയ്ഖിന് എങ്ങനെയാ പറയാൻ? കക്കാടിന്റെ ഷെയ്ഖിന് എവിടെ കുറവ്? അത് പറ. നിങ്ങൾ മനസ്സിലാക്കാത്തതാണോ? എന്നാ വേണ്ട, ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ ആദരിക്കുന്ന മഹാന്മാരെ പറ്റി, ഈ അടുത്ത കാലത്ത് വഫാത്തായവരെ പറ്റി ഈ എപിക്കാർ പ്രചരിപ്പിച്ചിട്ടില്ല. അങ്ങനൊക്കെ ഇവിടെ നോക്ക്, എന്റെ കയ്യിലുള്ളത് SSFകാർ അർശിന്റെ തണലിൽ. ആരാ പറയണത്? എഴുതുന്നത് PKM സഖാഫി ഇരിങ്ങല്ലൂര്, വടകര മുഹമ്മദ് ഹാജി. ജീവിതവും ചരിത്രവും. റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. അദ്ദേഹം പറഞ്ഞതായിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് അത് പറയാം, എനിക്കതിന് എതിർപ്പില്ല. അദ്ദേഹം വലിയ മഹാനാണ്. തുടർന്ന് തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ആര്? വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, നിങ്ങൾ SSFകാർ അർശിന്റെ തണലിലാണ്, ഭയപ്പെടേണ്ട. പിന്നെ അങ്ങനെയാവുമ്പോ ഇനിയും നിർത്തിയോ? ഉള്ളാൾ തങ്ങൾക്ക് സ്വർഗമുണ്ട്. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പറഞ്ഞതായി പ്രചരിപ്പിക്കല്ലേ? വടകര മുഹമ്മദ് ഹാജി തങ്ങൾ കഴിഞ്ഞ അടുത്ത കാലത്ത് വഫാത്തായി പോയ മഹാനാ. ഇതൊക്കെ ഈ മഹാന്മാർ ഈ രീതിയിൽ സംസാരിക്കുമ്പോ അത് അവരെ അറിയുന്നവർക്ക് അത് ഉൾക്കൊള്ളാം. അത് അറിയാനും അവർ അംഗീകരിക്കാനും പേരോടിന് കഴിയുമെന്നുള്ളതാ പ്രശ്നം. അപ്പൊ ചുരുക്കത്തിൽ ഷെയ്ഖ് മുഖ്താർ പറയുമ്പോൾ മാത്രം കുഴപ്പം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദനെ മുഴുവൻ ഇയാൾ കാടിളക്കി ചോദ്യം ചെയ്യുന്നുണ്ട്. ഔലിയാക്കന്മാരുടെ ഇസ്തിഫാദിനെ പറ്റി തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കളിയാക്കിയ മനുഷ്യൻ ഈ വലിയ വലിയ സ്ഥാനം ഉണ്ടല്ലോ, അത് അധ്വാനിച്ചാ കിട്ടുന്നതല്ല, അമൽ ചെയ്തിട്ട് വാങ്ങുന്നതല്ല. പിന്നെ അത് തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പിലൂടെ കിട്ടുന്നതാണ്. ഇലക്ഷനാ അതൊന്ന് വെച്ചെടുത്തവനെ. അമലൊന്നും നിയമനം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അത് തെരഞ്ഞെടുപ്പാണ്. സ്വപരിശ്രമത്തിലൂടെയോ ആരാധനാ ധ്യാന മാർഗങ്ങളുടെ മികവിലൂടെയോ അല്ല, ഒരിക്കലുമല്ല. ഈ ഒരു വലിയ ആശയം നമ്മൾ മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം. എന്ത് ആരാധനാ ധ്യാനങ്ങളിലൂടെ ഒന്നും വലിയ സ്ഥാനം കിട്ടൂല. പിന്നെങ്ങനെ കിട്ടുക? തെരഞ്ഞെടുപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഒരു സുബ്ഹാനല്ലാഹ് 4 പരിഹാസ ചിരി ഉണ്ടായാൽ ദസൂഖിയ തരീഖത്തിനെ ചവിട്ടിത്തേക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഇമാമിയങ്ങളും എഴുതിയതല്ലേ? ഇത് ഖുർആനിൽ പറഞ്ഞതല്ലേ? അമല് ചെയ്താൽ ഉന്നത സ്ഥാനങ്ങൾ നേടാൻ കഴിയൂല എന്ന് കക്കാട് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ജനങ്ങളെ കേൾപ്പിച്ചിട്ടല്ലേ പേരോടെ അർത്ഥം മാറ്റുന്നത് മലയാളം. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതേ സന്ദർഭത്തിൽ ഇസ്തിഫാദ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അമല് കൊണ്ട് അല്ലാതെ തന്നെയുള്ള ഇസ്തിഫാദ് ഉണ്ട്. ബാബാമൂദൂകിന്ന് കുതുബായി വന്നോവർ, വാനം അതേളിയിലും കേളി മികച്ചോവർ. മുഹീദ്ദീൻ ഷെയ്ഖ് ഇസ്തിഫാ അല്ലേ? എല്ലാ ഔലിയാക്കൾക്കും അത് കിട്ടിയിട്ടില്ലേ? കൊള്ളക്കാരനായി, കൊലയാളിയായി, കള്ളുകുടിയനായി വ്യഭിചാരത്തിന് പോകുന്ന സന്ദർഭത്തിലല്ലേ സയ്യിദി അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഖുർആനികമായ ഒരു ആയത്ത് കേട്ടു, മനസ്സ് മാറി, പിറ്റേ ദിവസം ഖുതുബായി എന്നല്ലേ പറയുന്നത്? തെരഞ്ഞെടുപ്പല്ലേ അത്? അല്ലാഹു തആല കൊടുത്ത ഇസ്തിഫാ അല്ലേ അത്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു രാജാവായിരുന്നു, രാജകുമാരനായിരുന്നു. കൊട്ടാരത്തിലെ എല്ലാ നെറികേടിലും ഉണ്ടായിരുന്നു. ആദ്യം അല്ലാഹു തആല ഒരു വേള കൽബ് മടക്കി വലിയ ഒരു മഹാനുമായി ബന്ധപ്പെട്ടു. രാവിലെ അദ്ദേഹം ബൈഅത്ത് ചെയ്തു. വൈകുന്നേരം ആയപ്പോഴേക്ക് അദ്ദേഹം വലിയ ഖുതുബിന്റെ മക്കാമിലെത്തിയെന്ന് ചരിത്രത്തിലില്ലേ? സയ്യിദി മുഹമ്മദ് അബുൽ വഫ റളിയല്ലാഹു അൻഹു, സയ്യിദി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പോലും ബഹുമാനിച്ച് പറഞ്ഞിട്ടുള്ള ആളല്ലേ? കൊലയാളിയല്ലേ? കൊള്ളക്കാരനല്ലേ? സാധാരണക്കാർക്ക് തരീക്കത്തില്ലാന്നോ? ഇവരൊക്കെ സാധാരണക്കാരായിരുന്നു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഒരു വലിയന്റെ മുമ്പിലെത്തി. ആ വലിയന്റെ ദൃഷ്ടി കൊണ്ട് അല്ലാഹു തആല അവരെ ഉയർത്തി തെരഞ്ഞെടുത്തു എന്ന് തന്നെ. മുഹമ്മദ് അബുൽ വഫ ഉണ്ടായിരുന്നു, കൊള്ളക്കാരനായിരുന്നു. സയ്യിദി
അബൂ മുഹമ്മദ് ശന്നബക്കി റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തി. മുഹമ്മദ് അബുൽ വഫാനെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞങ്ങളൊക്കെ അള്ളാഹ് സ്വീകരിക്കുവോ? ശരിയാത്ത് മുഴുവൻ പൂർത്തിയാക്കി ഇജ്തിഹാദിന്റെ മക്കാമിലെത്തി. ഏതോ ഒരു മൗലവി പ്രസംഗിക്കുന്നത് കേട്ടു, നഫ്സുൽ പേരോട് തന്നെ നഫ്സുൽ അമ്മാറത്തൊക്കെ പോയി, നഫ്സുൽ മുൽഹമത്തൊക്കെ പോയി, പിന്നെയാണോ ഷെയ്ഖിനെ തേടേണ്ടത്? മുഹമ്മദ് അബുൽ വഫ കൊലയാളിയായിരുന്നു, പക്ഷെ ഒരു ഷെയ്ഖിന്റെ മുമ്പിലെത്തി. അള്ളാഹു തആല സമയം കൊടുത്തു, ആ തെരഞ്ഞെടുപ്പിന്റെ സമയം, എലക്ഷന് അങ്ങനെ പേരിട്ടോ. സർവ്വ കിതാബിലുമില്ല ഈ സംഭവം. അബൂ മുഹമ്മദ് ശന്നബക്കി റളിയല്ലാഹു വിളിച്ചു വരുത്തി അദ്ദേഹത്തെ. കൊലയാളിയാണ്, വാളും വന്ന് ചോരങ്ങനെ ഉറ്റിക്കൊണ്ടാ വരുന്നതെന്ന് കിതാബിലുണ്ട്. അയഖ്ബലുനാ റബ്ബുനാ, ഞങ്ങളെ റബ്ബ് ഞങ്ങളെ സ്വീകരിക്കുവോ? വസുയൂഫുനാ തഖ്തുറു ദമൻ, ഞങ്ങളുടെ വാളുകൾ മുഴുവൻ ചോര ഒലിക്കുകയാണ്. വബുതൂനുനാ മുലിഅത്ത് ഹറാമൻ, ഞങ്ങളുടെ വയറ് നിറയെ ഹറാമ് നിറഞ്ഞു കിടക്കുകയാണ്. ഇല്ല മോനെ, അള്ളാഹു നിങ്ങളെ സ്വീകരിക്കും, കേറിയിരിക്കി. ബൈഅത്ത് ചെയ്തു. രാവിലെ അസർ ആയപ്പോഴേക്ക് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി. തറഖിയാണിത്, വലിയ മഖാമാണ്. സാധാരണക്കാരന് തരീഖത്ത് കൊടുത്തു, സാധാരണക്കാരൻ തരീഖത്ത് സ്വീകരിച്ചു. ഇതെല്ലാ അമലും എല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ തരിയാൻ എപ്പോഴെങ്കിലും പോകണം. ഈ മാനദണ്ഡമൊന്നും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നത് യോജിക്കൂല. എന്നിട്ട് തെരഞ്ഞെടുപ്പിനെ കളിയാക്കിയിരിക്കുന്നു. എലക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഖുർആനിലെ അല്ലാഹു തആല പറഞ്ഞത്, യജ്തബി ഇലൈഹി മൻ യശാഉ വയഹ്ദി ഇലൈഹി മൻ യുനീബ്. സൂറത്ത് ശൂറ. അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ അവനിലേക്ക് തെരഞ്ഞെടുക്കും. വയഹ്ദി ഇലൈഹി മൻ യുനീബ്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരെ അള്ളാഹു അവനിലേക്ക് സന്മാർഗം കൊടുക്കും. ഇതിന്റെ വ്യാഖ്യാനം എന്നോണം ബഹുമാനപ്പെട്ട സയ്യിദി ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി കിതാബുൽ ഹിക്കമിന്റെ മുസന്നിഫാണ്. അദ്ദേഹത്തിന്റെ ലതായിഫിൽ പറയുന്നു, ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ കുറിച്ചാണ് റിസാലത്തുൽ ഖുശൈരിയിൽ ആദ്യം പറഞ്ഞത്. അതെന്തിനാണ്? അത് നമുക്ക് മനസ്സിലാവാനാണ്. ഫബദഅ ബിഹി സാഹിബുർ റിസാല ലിയഅലമ അന്ന ഫദ്ലല്ലാഹി ലൈസ ബിഅമലിൻ. അല്ലാഹു തആല തരുന്ന തെരഞ്ഞെടുപ്പ്, ഔദാര്യം, അനുഗ്രഹം അമല് കൊണ്ടല്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെയും